ആഗ്രഹങ്ങൾ സാധിക്കാതെ മരിച്ചു പോകുന്നവർ അവരുടെ ആത്മാക്കൾക്ക് മോക്ഷം കിട്ടാതെ വരുമ്പോഴാണ് ആനമറുതി ആകുന്നതെന്ന് പറയുന്നു. എന്നാലും ഞാൻ അത് നോക്കാൻ പോവാണ്. നമ്മൾ അവിടെ ചെല്ലുമ്പോൾ നമുക്ക് പ്രതികരിക്കാൻ പറ്റാത്ത പോലെ ആക്കി കളയുമെന്നാണ് പറയുന്നത്. പണ്ട് കാലങ്ങളിൽ ഇതുപോലെ ഇത് കാണാൻ വേണ്ടി ധൈര്യം സംഭരിച്ച് വരുന്നവരെയൊക്കെ ഉപദ്രവിച്ചിട്ടുണ്ട്. എൻ്റെ അമ്മ കുഴി എന്തോ പാസ് ചെയ്തില്ല. ഞാൻ നല്ല രീതി ഉള്ളു വീർക്കുന്നുണ്ട്. എല്ലാവരും മരമൊക്കെയാണ്. സംഭവം ഉണ്ട് കേട്ടോ. അവിടെ എന്തോ കണ്ടുവിട. അവിടെ എന്തോ കണ്ടുവിട. അവിടെ നിന്ന് സൗണ്ട് കേട്ടു. ഇവിടെ സൗണ്ട് ഇട്ട് ഞാൻ വന്ന വഴി ഞാൻ തിരിച്ച് പോവാണ്. ഞാൻ നല്ല രീതി ഉള്ളു വീർക്കുന്നുണ്ട്. ഇതറിയാൻ പറ്റുന്നത് ഞാൻ മാത്രമല്ല, ഞാൻ ഹെൽമെറ്റ് വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് കാണാൻ ഞാൻ ഹെൽമെറ്റ് വെച്ചിട്ടുണ്ട്. സൗണ്ട് ഒരു കുഴിയാട്ടോ. അവിടെ നിന്ന് സൗണ്ട് കേട്ടു. നല്ല ഭീകരതയുണ്ട്. നിങ്ങൾക്കിത് എന്തുമാത്രം മനസ്സിലാകുന്നത് എനിക്കറിയത്തില്ല. നല്ല രീതിയിൽ ഭീകരതയുണ്ട്. ഞാൻ കുറച്ച് നേരത്തെ വീഡിയോ ചെയ്യുന്നു, എനിക്കൊന്നും കാണാൻ പറ്റില്ല. എന്തോ സൗണ്ട് കേട്ടു. പക്ഷെ എല്ലാവരും ചോദിക്കുന്നത് എൻ്റെ വീഡിയോക്കകത്ത് എൻ്റെ കൂടെ ആരെങ്കിലും ഉണ്ടോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ഞാൻ കംപ്ലീറ്റ് ആയിട്ടും ഫ്രീ ആണ്, ഒറ്റയ്ക്കാണ്. ഫുള്ള് നിങ്ങൾക്ക് കാണാം. ഒറ്റ ക്ലിക്കിലാണ് ഞാൻ വീഡിയോ എടുക്കുന്നത്. അപ്പം നിങ്ങൾക്ക് ഇതിനകത്ത് എന്തുമാത്രം എന്നെ വിശ്വസിക്കാൻ പറ്റുമെന്ന് അറിയത്തില്ല. അതുകൊണ്ട് ഞാൻ പറയാണ്, ഞാനിപ്പം ചെയ്യുന്ന വീഡിയോസിൽ കുറേ ആൾക്കാർ എൻ്റെ അടുത്ത് അവിടെ നിന്ന് സൗണ്ട് കേട്ടൂടെ. കുറേ പേര് എൻ്റെ അടുത്ത് ചോദിക്കുന്നുണ്ട് കൂടെ ആളെയും കൊണ്ടാണോ പോകുന്നതെന്ന് പറഞ്ഞിട്ട്. പക്ഷേ ഞാൻ ഒറ്റയ്ക്കാണ് ഇരുന്നത്. അത് ഞാൻ എങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കണമെന്ന് എനിക്കറിയത്തില്ല. ആനമറുതയാണോ എന്താണെന്നറിയില്ല. അപ്പോൾ ഇത് ആത്മാവിന് ശാന്തി കിട്ടാതെ നടക്കുന്ന ആത്മാക്കളാണ് ഈ ആനമറുത ആകുന്നതെന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ അതാണ് എനിക്കൊരു സംശയം. എന്തുകൊണ്ട് എനിക്ക് കാണാൻ പറ്റുന്നില്ലെന്ന് ആണ് ഞാൻ വിചാരിക്കുന്നത്. എവിടുന്നാണ് സൗണ്ട് കേട്ടത്? ഇതെന്തോ ചിറകടിക്കുന്ന സൗണ്ട്. ഞാനാണ് തിരിച്ചു പോവാണ്. എനിക്കൊന്നും കാണാൻ പറ്റിയില്ല. പക്ഷേ എന്തോ ഒരു നാട്ടിലൂടെ ഉണ്ട്. അവിടെ എന്താ വെള്ളത്തിൽ പോയിട്ടുണ്ട്. ഞാനാള് അങ്ങോട്ട് പോവാണ്. അങ്ങോട്ടെന്നാലും പോവാ. ഇനി അങ്ങോട്ട് എന്തുമാത്രം പോകണമെന്നൊന്നും അറിയത്തില്ല. ഓരോരുത്തന്മാർ ഓരോ സ്ഥലം കാണിച്ചു തരും. എന്നിട്ട് എവിടെ എന്താണെന്ന് അറിയാതെ ഇനിയിപ്പം പോരുമ്പോഴത്തേക്കിനും അവരായിട്ട് കറക്റ്റ് എവിടെയാണ് ഇതുപോലെ ഉള്ളതെന്നൊക്കെ തിരക്കിട്ടിട്ടാണ് എനിക്ക് ആക്ടിവിറ്റി എന്തെങ്കിലുമൊക്കെ കാണാൻ പറ്റും. അല്ലെങ്കിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇങ്ങനത്തെയൊക്കെ അറിയാൻ പറ്റും. ഇതിപ്പോൾ ഞാൻ എവിടെയാണെന്നറിയാതെ എനിക്കെന്നെ വിയർക്കുന്നുണ്ട്. ക്യാമറ ബ്ലറാണ്.
എന്നാലും ഞാൻ തിരിച്ചു പോവാണ്. ഞാനത് വീഡിയോ എൻഡ് ചെയ്യുകയാണ്. എൻഡ് ചെയ്യുന്ന വെച്ചാൽ ഞാൻ അപ്പുറത്ത് എൻഡ് ചെന്നിട്ട് എൻഡ് ചെയ്യത്തുള്ളൂ. ദൈവം, ഇതൊക്കെ വീഡിയോ കിട്ടുന്നില്ല. മിക്ക വീഡിയോസ് ഇതുപോലെ ചെയ്ത് കഴിയുമ്പം നമ്മളിവിടെ കേൾക്കുന്ന പലതും വീഡിയോക്കകത്ത് കാണത്തില്ല. വീഡിയോക്കകത്ത് എടുക്കുമ്പം കാണാത്ത പലതും നമ്മൾ എഡിറ്റ് ചെയ്യാൻ നേരത്ത് കാണും. അത് സ്ഥിരമായിട്ട് സംഭവിക്കാറുണ്ട്. എന്നാലും മരമൊക്കെയാണ്. ഇത് സൗണ്ട് കിട്ടേ. ഞാനുള്ള അപ്പുറത്തെ എൻഡിലോട്ട് പോവാണ്. അവിടെ എന്തോ സൗണ്ട് കേൾക്കുന്നുണ്ട്. ഫ്രണ്ടിൽ പുറകിൽ നിന്ന് സൗണ്ട് കേട്ടു, ഫ്രണ്ടിൽ നിന്ന് സൗണ്ട് കേട്ടു. എൻ്റെ മോനെ, അപ്പം സംഭവം ഉണ്ട് കേട്ടോ. ആനമൃതം ആണെന്നൊന്നും ഞാൻ പറയുന്നില്ല. അയ്യോ, നല്ലതായിട്ട് ദാഹിക്കുന്നു. എന്നെ വീർക്കുന്നുണ്ട്. കാല വള്ളി തന്നെ നടക്കുന്നു. പക്ഷേ പോവാണ്ട് ആദ്യം വേണ്ട കിളിക്കൂട്ട് നടക്കണം. എന്താവോ ദൈവം, എന്താ കിളിങ്ങുന്ന സൗണ്ട് കേൾക്കുന്നുണ്ട്. ഞാനുള്ള ഇത് എൻ്റെയാണ്. ഇവിടെ ഒന്ന് പാസ് ചെയ്തോട്ടെ. ഇവിടെ നിന്ന് കൊണ്ട് കുറേ പോകാനുണ്ട്. ഞാൻ പോകുന്നത് എത്ര ദൂരം പോകുന്നുണ്ടെന്ന് ഞാൻ നിങ്ങളെ ഒരു ടൈം ലാപ്സ് പോലെ കാണിച്ചു തരാം. വീഡിയോയുടെ എൻഡിൽ എത്ര ദൂരം നടന്നിട്ടാണ് ഇവിടെ വന്നതെന്ന്. ടൈം ലാപ്സ് ആയതുകൊണ്ട് പെട്ടെന്ന് തീരുമായിരിക്കും. എന്നാലും ഞാനത് റെക്കോർഡ് ചെയ്യും. എൻ്റെ കണ്ണി വന്നടിച്ച് ഹെൽമെറ്റ് വെച്ചതിൻ്റെ ഷോട്ട്, എന്നാലും കണ്ണിലടിച്ച്. എന്താ കിലുങ്ങുന്ന സൗണ്ട് കേട്ട്. ഞാനെല്ലാം പോവാണ്. ആദ്യത്തെ കാർഡ് അതായിരുന്നു. പക്ഷേ ഇവിടെ എനിക്ക് ആക്ടിവിറ്റി ഒന്നും കിട്ടിയില്ല. എനിക്ക് അവിടെ ആക്ടിവിറ്റി കിട്ടി. അവിടെ എന്താ സൗണ്ട് കേട്ടു. അവിടെ എനിക്ക് ആക്ടിവിറ്റി കിട്ടി. എന്നാലും തിരിച്ചു പോകണത്. എന്താ വായിക്കുന്നുണ്ട് എനിക്ക് നല്ല രീതിയിൽ. എന്താ തെങ്ങ് കിട്ടി. അപ്പം ഇതാണ് ആ മറുതപ്പാടം എന്ന് പറഞ്ഞ സ്ഥലം. ഇപ്പുറത്ത് പാടമാണ്. എന്തോ കിലുങ്ങുന്ന സൗണ്ട് ചെയ്തുകൊണ്ട്. ഇതാണ് മറുതപ്പാടം എന്ന് പറഞ്ഞ സ്ഥലം. എന്നാലും അതൊരു സബ്സ്ക്രൈബർ പറഞ്ഞിട്ട് ഞാൻ വന്നതാണ് ഇവിടം വരെ. മെനക്കെട്ട് വന്നിട്ട് കുഴപ്പമൊന്നുമില്ല. എനിക്കെന്നാലും തിരിച്ചു വേണം. മഴ വല്ലതും പെയ്ത് കഴിഞ്ഞാൽ കുളമാകും. അപ്പം ഞാനെന്നാലും നോക്കട്ടെ. ഇപ്പം ഞാൻ ഈ പോകുന്നത് കുറേ ദൂരം അങ്ങ് നടക്കാനുണ്ട്. ഞാനപ്പോൾ ആ പോകുന്നത് നിങ്ങൾക്ക് ടൈം ലാപ്സ് ആയിട്ട് കാണിച്ചു തരാം. എന്നാണല്ലോ ഞാൻ വീഡിയോ ഓരോ ചെല്ലിയാണ്. അപ്പോൾ ഇതാണ് ആ മറുതപ്പാടത്തിലെ മറുതയുള്ള സ്ഥലം. എനിക്ക് മറുതനെ ഒന്നും കാണാൻ പറ്റിയില്ല. പക്ഷേ മറുതയുടെ കളിയാണോ അതോ വേറെ ഗോസ്റ്റ് എനർജി വല്ലതും ആണോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ആണോ അറിയത്തില്ല. പോകാനെന്ന് തോന്നുന്നു. വേറെ എന്തെങ്കിലും ആണോ അറിയത്തില്ല. എന്താണേലും നമുക്ക് ചെറിയ രീതിയിൽ എന്തൊക്കെയോ കിട്ടിയിട്ടുണ്ട്. വല്ലതും ക്യാപ്ചർ ആയിട്ടുണ്ടോ എന്ന് നമുക്ക് വീഡിയോ എഡിറ്റ് ചെയ്യുമ്പോൾ അറിയാം. മാത്രമല്ല എൻ്റെ സൗണ്ടിന് വ്യത്യാസം തോന്നുന്നത് എനിക്കൊരു പനിയുണ്ട്, പിന്നെ ഹെൽത്ത് ഇഷ്യൂ ഉണ്ട്. എൻ്റെ ഇടത്തെ കൈക്ക് മേലെ, ഇടത്തെ കാലിനും മേലെ, പിന്നെ പനിയായിരുന്നു, BP ഹൈ ആയി, അങ്ങനെ കുറേ പ്രശ്നങ്ങളുണ്ടായിരുന്നു.
അതിൻ്റെയൊക്കെ ഒരു ഇതിൽ നിന്ന് റിക്കവറായി വന്നതേ ഉള്ളൂ. എന്നാലും എനിക്കിപ്പോഴും വയ്യ മുട്ടിനൊന്നും, പിന്നെ ഇടത്തൊക്കെ ഷോൾഡറിനും വയ്യ. ഇത്രയൊക്കെ പ്രശ്നങ്ങളുണ്ടായിരുന്നുകൊണ്ടാണ് ഞാൻ വീഡിയോ ചെയ്യാറുന്നത്. ഇനിയും നമ്മളിതുപോലെ കുറേ വീഡിയോസ് ചെയ്യും. അപ്പം അടുത്തൊരു വീഡിയോ കാണുന്നവരേക്കും ബൈ ഗൈസ്. അപ്പം ഞാൻ പോകുന്ന സ്ഥലം എന്തുമാത്രം ദൂരം ഞാൻ വന്നെന്നുള്ളത് ഞാനൊരു ടൈം ലാപ്സ് പോലെ കാണിച്ചു തരാം. എന്നാണല്ലോ നമുക്ക് പോകാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ബൈ. Okay.